ഹലോ ഓൾ, എല്ലാവർക്കും ബോട്ടണി മാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫൈലം ആർത്രോപോഡയുടെ ജനറൽ ക്യാരക്ടേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫൈലം അനലിഡേൻ്റെ ജനറൽ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ 3 ക്ലാസ്സസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫൈലം ആർത്രോപോഡയുടെ ജനറൽ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. ആൻഡ് ഇതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫൈലം ആർത്രോപോഡയുടെ 4 ക്ലാസ്സസും അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഇപ്പോൾ നമുക്ക് ഫൈലം ആർത്രോപോഡയുടെ ജനറൽ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ആദ്യം NCERT പോയിൻറ്റ്സ് ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഡിഗ്രി ലെവൽ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, എക്സ്ട്രാ പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൈലം ആർത്രോപോഡ ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലം ആർത്രോപോഡയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയല്ലേ, ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലം ഏതാണ്? ഫൈലം ആർത്രോപോഡ. ആർത്രോപോഡയിൽ ഉൾപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഷഡ്പദങ്ങൾ അല്ലെങ്കിൽ ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. ഭൂമിയിൽ നാമകരണം ചെയ്യപ്പെട്ട ജന്തുക്കളിൽ 2 ഭാഗവും ആർത്രോപോഡുകളാണ്. അടുത്ത ചോദ്യം നമുക്ക് കിട്ടിയല്ലേ, ഭൂമിയിൽ നാമകരണം ചെയ്യപ്പെട്ട ജന്തുക്കളിൽ 2 ഭാഗവും ആർത്രോപോഡുകളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ആർത്രോപോഡ എന്ന പദത്തിൻ്റെ അർത്ഥം പല ഖണ്ഡങ്ങൾ ചേർന്ന കാലുകൾ എന്നാണ്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ കിട്ടി. ആർത്രോപോഡ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പല ഖണ്ഡങ്ങൾ ചേർന്ന കാലുകൾ എന്നാണ്. ആർത്രോപോഡ എന്ന പദത്തിൻ്റെ അർത്ഥം പല ഖണ്ഡങ്ങൾ ചേർന്ന കാലുകൾ എന്നാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ജന്തുക്കൾക്കെല്ലാം പല ഖണ്ഡങ്ങൾ ചേർന്നുള്ള കാലുകൾ അല്ലെങ്കിൽ ജോയിന്റ് അപ്പൻഡേജസ് ആണുള്ളത്. ഇനി ഇവർ അവയവ വ്യവസ്ഥാ തലത്തിലുള്ള ജന്തുക്കളാണ്, അതായത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരാണ്. പിന്നെന്താണ്? ദ്വിപാർശ്വ സമമിതിയാണ് കാണിക്കുന്നത്, ത്രിപ്ലാസ്റ്റികത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബോഡി ഒരുപാട് സെഗ്മെന്റ്സ് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരീരം പല ഖണ്ഡങ്ങൾ ചേർന്നുണ്ടായവയാണ്. പിന്നെ ഇവർ സീലോമേറ്റ്സ് ആണ്. ഇവയ്ക്കെല്ലാം കൈറ്റിൻ എന്ന പദാർത്ഥത്താൽ നിർമ്മിതമായ ബാഹ്യ കവചമുണ്ട്. അപ്പം അത് ആർത്രോപോഡയുടെ ഒരു പ്രത്യേകതയാണ്. കൈറ്റിൻ എന്ന പദാർത്ഥത്താൽ നിർമ്മിതമായ ബാഹ്യ കവചം, അത് ആർത്രോപോഡയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് ബാഹ്യാസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നു. ഈ കൈറ്റിൻ കൊണ്ടുള്ള ബാഹ്യ കവചത്തെ നമ്മൾ ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവരുടെ ശരീരത്തിനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ, ശിരസ്, ഉരസ്, ഉദരം. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ആർത്രോപോഡകളിൽ പലതരത്തിലുള്ള ശ്വസനാവയവങ്ങൾ കാണുന്നുണ്ട്. ഏതൊക്കെയാണത്? ഗിൽസ്, ബുക്ക് ലങ്സ്, ശ്വസന നാളികയുടെ സമൂഹം. ഓക്കെ, ഗിൽസ്, ബുക്ക് ലങ്സ്, ശ്വസന നാളികകളുടെ സമൂഹം, ഇതൊക്കെയാണ് ഇവരിൽ കാണുന്ന ശ്വസന അവയവങ്ങൾ. പിന്നെന്താണ്? തുറന്ന രക്തപര്യന വ്യവസ്ഥയാണ് ഇവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്പർശിനികൾ, സംയുക്ത നേത്രം, സ്റ്റാറ്റോസിസ്റ്റ് അല്ലെങ്കിൽ തുലന അവയവങ്ങൾ എന്നീ ഇന്ദ്രിയങ്ങൾ ഇവരിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവരിൽ കാണപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? സ്പർശിനികൾ അല്ലെങ്കിൽ ആൻറ്റിനെ, സംയുക്ത നേത്രം അല്ലെങ്കിൽ കോമ്പൗണ്ട് ഐസ്, സ്റ്റാറ്റോസിസ്റ്റ് അല്ലെങ്കിൽ തുലന അവയവങ്ങൾ, ഇതൊക്കെ ഇവരിൽ കാണപ്പെടുന്ന ഇന്ദ്രിയങ്ങളാണ്. അടുത്തത്, ഇവരുടെ പ്രധാന വിസർജന അവയവം എന്ന് പറയുന്നത് മാൽപീജിയൻ നളികകളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആർത്രോപോഡുകളിലെ പ്രധാന വിസർജന അവയവം എന്ന് പറയുന്നത് മാൽപീജിയൻ നളികകളാണ്. ഇവ ഏകലിംഗ ജീവികളാണ്. പിന്നെന്താണ്? ബീജസംയോഗം ആന്തരികമാണ്. അതുപോലെ തന്നെ മിക്കവയും മുട്ടയിടുന്ന ജീവികളാണ്. മുട്ടയിടുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒവിപാരസ് എന്ന് പറയുന്നത്. പിന്നെ ഭ്രൂണവികാസം നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ നടക്കാം. ഇനി ഇതിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ ഈ ആർത്രോപോഡകളിൽ സാമ്പത്തിക പ്രാധാന്യമുള്ളവയുണ്ട്, അതുപോലെ തന്നെ രോഗം പരത്തുന്നവരുണ്ട്, കൂട്ടമായി ജീവിക്കുന്നവരുണ്ട്, അതുപോലെ ലിവിങ് ഫോസിൽസും ഈ കാറ്റഗറിയിൽ, ഈ ഫൈലത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സാമ്പത്തിക പ്രാധാന്യമുള്ള ഷഡ്പദങ്ങളാണ് തേനീച്ച, എപ്പിസ്, പട്ടുനൂൽ പുഴു, ബോംബിക്സ്, ലാക്സിഫർ. അടുത്തത് രോഗം പരത്തുന്നവയാണ് അനോഫിലസ്, ക്യുലെക്സ്, ഏഡിസ് കൊതുകുകൾ. അതുപോലെ കൂട്ടമായി ജീവിക്കുന്ന കീടത്തിന് ഉദാഹരണമാണ് വെട്ടുകിളി, ലോക്കസ്റ്റ. ജീവിക്കുന്ന ഫോസിലാണ് ലിമുലസ്. ഇതെല്ലാം തന്നെ ഈ ഫൈലം ആർത്രോപോഡയുടെ അകത്ത് വരുന്ന ആളുകളാണ്. ഇനി ഡിഗ്രി ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത് നോക്കാം. ആർത്രോപോഡ്സ് ആർ പോപ്പുലർലി നോൺ ആസ് ജോയിൻറ്റ് ഫൂട്ടഡ് ആനിമൽസ്. ജോയിൻറ്റ് ഫൂട്ടഡ് ആനിമൽസ് എന്നാണ് അവർ പോപ്പുലർലി അറിയപ്പെടുന്നത്. ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ, മെറ്റാമെറിക്കലി സെഗ്മെന്റഡ്, joint footed coelomates with cuticular exoskeleton and segmented appendages. ദ്വിപാർശ്വ സമമിതി കാണിക്കുന്നവരാണ്. മെറ്റാമെറിക്കലി സെഗ്മെന്റഡ് ആണ്, അവരുടെ ഫൂട്ട് ജോയിന്റഡ് ആണ്, അവർ സീലോമേറ്റ്സ് ആണ്. ഒരു ക്യൂട്ടിക്കുലർ എക്സോസ്കെലിറ്റൻ അവർക്കുണ്ട്. അതുപോലെ തന്നെ അപ്പൻഡേജസ് സെഗ്മെന്റഡ് ആണ്. Silent features.
സെഗ്മെൻറ്റഡ് ബോഡി വിത്ത് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ ബോഡി 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സിരസ്, ഉരസ്, പിന്നെ അബ്ഡോമൻ അല്ലേ. ഇനി ദി സെഗ്മെൻറ്റഡ് ബോഡി ഓഫ് ആർത്രോപോഡ്സ് ഹാസ് three regions, head, thorax and abdomen. In some cases, head and thorax fuse to form a single region known as cephalothorax. അപ്പം ഇത്തരത്തിൽ 3 ഭാഗങ്ങളായിട്ട്, ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്ന് പറഞ്ഞിട്ട് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് അവരുടെ ബോഡീനെ 3 റീജിയൻസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ചില കേസിൽ ഈ ഹെഡും തൊറാക്സും കൂടി ഫ്യൂസ് ചെയ്തിട്ട് സെഫാലോതൊറാക്സ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് കവേർഡ് ഡോർസലി ബൈ എ ഷീൽഡ് കോൾഡ് കെരാപ്പേസ് ഓർ ഡോർസൽ ഷീൽഡ്. അപ്പം അവരുടെ ബോഡി കവർ ചെയ്തുകൊണ്ട് ഒരു ഡോർസൽ ഷീൽഡ് കാണാനായിട്ട് പറ്റും. അടുത്തത് ക്യൂട്ടിക്കുലാർ എക്സോസ്കെലിറ്റൻ. ദി ഹോൾ ബോഡി ഈസ് കവേർഡ് ബൈ എ ക്യൂട്ടിക്കുലാർ ആൻഡ് ജോയിന്റഡ് എക്സോസ്കെലിറ്റൻ സെക്രീറ്റഡ് ബൈ എപ്പിഡാമസ്. സോ എപ്പിഡാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ക്യൂട്ടിക്കുലാർ എക്സോസ്കെലിറ്റൻ അവർക്കുണ്ട്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് പ്രോട്ടീൻ ആൻഡ് സ്ട്രെങ്തൻ ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ് ആൻഡ് അതർ മിനറൽസ്. അപ്പോൾ ഈ ഒരു എക്സോസ്കെലിറ്റൻ, ക്യൂട്ടിക്കുലാർ എക്സോസ്കെലിറ്റൻ കൈറ്റിൻ കൊണ്ടും അതുപോലെ തന്നെ പ്രോട്ടീൻ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ കാൽസ്യം കാർബണേറ്റിൻ്റെയും അതുപോലെ തന്നെ കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെയും മറ്റ് മിനറൽസിൻ്റെയും ഡിപ്പോസിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. Cuticles forms a protective covering to survive in any environment. അപ്പോൾ ഇത്തരത്തിലൊരു ക്യൂട്ടിക്കൽ കവറിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഏതൊരു എൻവയോൺമെൻറ്റിലും സർവൈവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അടുത്തത് molting for growth. The cuticular exoskeleton is periodically removed and renewed. This process is known as molting or എഗ്ഡൈസിസ്. അപ്പം എന്താണ് എഗ്ഡൈസിസ് അല്ലെങ്കിൽ മോൾട്ടിംഗ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞു ഇവർക്കൊരു ക്യൂട്ടിക്കുലാർ കവറിങ് ഉണ്ട്, ക്യൂട്ടിക്കുലാർ എക്സോസ്കെലിറ്റൻ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പീരിയോഡിക്കലി റിമൂവ് ചെയ്യുകയും റിന്യൂ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സിനെ, ഈ ക്യൂട്ടിക്കുലാർ എക്സോസ്കെലിറ്റൻ പീരിയോഡിക്കലി റിമൂവ് ചെയ്യുകയും റിന്യൂഡ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എഗ്ഡൈസിസ് അല്ലെങ്കിൽ മോൾട്ടിംഗ് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. മോൾട്ടിംഗ് എനേബിൾസ് ദി ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി ബോഡി. അപ്പം ഈ മോൾട്ടിംഗ് അല്ലെങ്കിൽ എഗ്ഡൈസിസ് എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ എക്സ്പാൻഷനും വേണ്ടി സഹായിക്കുന്നുണ്ട്. അടുത്തത് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. ടിപ്പിക്കലി ഈച്ച് ബോഡി സെഗ്മെൻറ്റ് ബിയേഴ്സ് എ പെയർ ഓഫ് സെഗ്മെൻറ്റഡ് അപ്പൻഡേജസ്. എന്താണ് പറയുന്നത്? അവരുടെ ബോഡിയിൽ ഓരോ സെഗ്മെൻറ്റിലും ഒരു പെയർ ഓഫ് അപ്പൻഡേജസ് കാണാൻ പറ്റും. സെഗ്മെൻറ്റഡ് അപ്പൻഡേജസ് ആണ് അവരുടെ പ്രത്യേകതയാണത്. ദി സെഗ്മെന്റ്സ് ഓഫ് ദി അപ്പൻഡേജസ് ആർ കോൾഡ് ആസ് പോഡോമിയേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവരുടെ ജോയിൻറ്റഡ് അല്ലെങ്കിൽ ആ സെഗ്മെന്റ്സിന്, അപ്പൻഡേജസിൻ്റെ സെഗ്മെന്റ്സിന് പറയുന്ന പേരാണ് പോഡോമിയേഴ്സ് എന്നുള്ളത്. ഓക്കെ. ദി ഫൈലം ഡിറൈവ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ ജോയിൻറ്റഡ് നേച്ചർ ഓഫ് ദെയർ അപ്പൻഡേജസ്. അവരുടെ അപ്പൻഡേജസിൻ്റെ ജോയിൻറ്റഡ് നേച്ചർ കൊണ്ടാണ് ആ ഫൈലത്തിന് ആ ഒരു പേര് വന്നത്. അടുത്തത് പെരിവിസ്റൽ ഹീമോസീൽ. ഇൻ ആർത്രോപോഡ്സ് പെരിവിസ്റൽ കാവിറ്റി ഈസ് ബ്ലഡ് ഫിൽഡ് സ്പേസ് നോൺ ആസ് ഹീമോസീൽ. അപ്പം ആർത്രോപോഡ്സിലുള്ള ആ സീലോം അല്ലെങ്കിൽ അവരുടെ ആ കാവിറ്റി എന്ന് പറയുന്നത് ബ്ലഡ് ഫിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഹീമോസീൽ എന്നാണ് പറയുന്നത്. സോ ഇന്റേണൽ ഓർഗൻസ് ആർ ബാക്ക്ഡ് ബൈ ബ്ലഡ് ആൻഡ് നോട്ട് ബൈ സീലോമിക് ഫ്ലൂയിഡ്. അതുകൊണ്ട് തന്നെ ഈ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ബ്ലഡിലാണ് മുങ്ങിയിരിക്കുന്നത്, വേറെ ഫ്ലൂയിഡ്സിലല്ല. നമ്മൾ മുന്നേ പറഞ്ഞതിലൊക്കെ ഫ്ലൂയിഡ്സിലാണ് മുങ്ങിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇവിടെ ബ്ലഡിലാണ് ഓർഗൻസ് ഒക്കെ മുങ്ങിയിരിക്കുന്നത്. അടുത്തത് റെഡ്യൂസ്ഡ് സീലോം ഇൻ അഡൾട്ട്. സീലോം ഇസ് ഹൈലി റെഡ്യൂസ്ഡ് ഇൻ അഡൾട്ട് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ റീനൽ, പെരികാർഡിയൽ ആൻഡ് ഗൊണാഡിയൽ കാവിറ്റീസ്. അപ്പം അഡൾട്ട് ഫോമിലാണെങ്കിൽ ഈ സീലോംസ് ഹൈലി റെഡ്യൂസ്ഡ് ആണ്. അതായത് വലിയൊരു സീലോമായിട്ട് കാണാൻ പറ്റില്ല. അതിന് പകരമായിട്ട് ഒരു റീനൽ, പെരികാർഡിയൽ, അതുപോലെ ഗൊണാഡിയൽ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാവിറ്റീസ് ആണ് കാണാൻ പറ്റുക. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം വിത്ത് ഡോർസൽ ഹാർട്ട്. Blood vascular system is of the open or lacunar type. Most of the time blood flows through open channels and spaces and not through closed vessels. അതായത് ഇവർക്കുള്ളത് ഒരു ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസോ ലൈക്ക് ആർട്ടറീസോ വെയിൻസോ അത്തരത്തിലുള്ള വെസൽസ് ഒന്നും കാണാനായിട്ട് പറ്റില്ല. ഓപ്പൺ ചാനൽസിലൂടെ സ്പേസിലൂടെയാണ് ബ്ലഡ് ഒഴുകുന്നത്. റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻക്ലൂഡ്സ് ബ്രാങ്കിയ അല്ലെങ്കിൽ ഗിൽസ് ഇൻ അക്വാറ്റിക് ഫോംസ് ആൻഡ് ട്രക്കിയ, ബുക്ക് ലങ്സ് എക്സെട്ര ഇൻ ടെറസ്ട്രിയൽ ഫോംസ്. അക്വാറ്റിക് ഫോംസിലാണെങ്കിൽ ഗിൽസ് അല്ലെങ്കിൽ ബ്രാങ്കിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് റെസ്പിറേഷന് വേണ്ടി സഹായിക്കുന്നത്. ഇനി ടെറസ്ട്രിയൽ ഫോംസിലാണെങ്കിൽ ട്രക്കിയ, ബുക്ക് ലങ്സ് ഒക്കെയാണ് റെസ്പിറേഷന് വേണ്ടി സഹായിക്കുന്നത്. അടുത്തത് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻക്ലൂഡ്സ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ഗ്രീൻ ഗ്ലാൻസ് എക്സെട്ര.
നെഫ്രീഡിയ ആർ ആബ്സെൻറ്റ്. അപ്പം എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് മൽപീജിയൻ ട്യൂബ്യൂൾസും ഗ്രീൻ ഗ്ലാൻസും ഒക്കെയാണ്. ഈ ഗ്രീൻ ഗ്ലാൻസിനെ തന്നെയാണ് കോക്സർ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അതുപോലെ നെഫ്രീഡിയ ഇവരിൽ ആബ്സെൻ്റ് ആണ്. നെർവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് circumesophageal nerve ring and a ganglionated double ventral nerve cord. An unspecialized brain is also present. സോ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു circumesophageal nerve ringും അതുപോലെ തന്നെ ഒരു ganglionated double ventral nerve cordും അടങ്ങിയതാണ്. അതുപോലെ ഇവർക്കൊരു അൺസ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രെയിനും ഉണ്ട്. ലോക്കോമോട്ടർ സീലിയ ആർ ഓൾടുഗെദർ ആബ്സെൻറ്റ് ത്രൂ ഔട്ട് ദി ലൈഫ് സൈക്കിൾ. ലോക്കോമോഷന് വേണ്ടിയിട്ട് സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഒന്നും നമുക്ക് ഇവരിൽ കാണാനായിട്ട് പറ്റില്ല. ആർത്രോപോഡ ഈസ് ദി ലാർജസ്റ്റ് ആനിമൽ ഗ്രൂപ്പ് കംപ്രൈസിങ് 80% ഓഫ് ദി നോൺ അനിമൽ സ്പീഷീസ്. അപ്പം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫൈലം എന്നുള്ളത് ആർത്രോപോഡയാണ്. അതുപോലെ തന്നെ കണ്ടുപിടിച്ച അനിമൽ സ്പീഷീസിൽ ഏകദേശം 80% ഉള്ളത് ഈ ആർത്രോപോഡുകളാണ്. ഇറ്റ് ഈസ് എ ഹൈലി സക്സസ്ഫുൾ ഗ്രൂപ്പ് നോട്ട് ഓൺലി ഇൻ ദി നമ്പർ ഓഫ് സ്പീഷീസ് ബട്ട് ഓൾസോ ഇൻ ദർ ഡിസ്ട്രിബ്യൂഷൻ, അഡാപ്റ്റേഷൻ ആൻഡ് സർവൈവൽ വാല്യൂ. അതായത് ഇവർ നമ്പറിൽ മാത്രമല്ല ഈ ഒരു ഡൊമിനൻസ് കാണിക്കുന്നത്, അവരുടെ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിലും അവരുടെ അഡാപ്റ്റേഷൻസിലാണെങ്കിലും സർവൈവൽ വാല്യൂവിലാണെങ്കിലും ഇവർ തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ആർത്രോപോഡുകൾ തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ദെയർ സക്സസ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ a single factor, namely the possession of cuticular exoskeleton covering. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എല്ലാ സിറ്റുവേഷനിലും അഡാപ്റ്റഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത് അവരുടെ സർവൈവൽ വാല്യൂ കൂടുന്നത്? അതായത് നമ്മൾ പറഞ്ഞു അവർക്കൊരു എക്സോസ്കെലിട്ടൺ ഉണ്ട് എന്ന് പറഞ്ഞു, ലൈക്ക് ക്യൂട്ടിക്കുലർ. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊരു സാഹചര്യത്തിലും ജീവിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അവർ അത്രയും അഡാപ്റ്റഡ് ആണ്. സോ അവരുടെ ആ ഒരു ക്യൂട്ടിക്കുലർ എക്സോസ്കെലിട്ടൺ തന്നെയാണ് അവരുടെ ആ ഒരു സക്സസ്സിന്, ആ ഒരു സർവൈവൽ വാല്യൂ കൂടുതലുള്ളതിന് കാരണം എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫൈലം ആർത്രോപോഡയുടെ ജനറൽ ക്യാരക്ടേഴ്സ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യാം. ഫൈലം ആർത്രോപോഡയുടെ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. താങ്ക് യു.